എത്തിയിട്ടുണ്ട് പൈതൽ മലയ്ക്ക്. അതാണ് മെയിൻ അതിൻ്റെ എൻട്രി വരുന്നത്. നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അതാണ് അതിൻ്റെ മെയിൻ എൻട്രി. ഇവിടുന്ന് കുറച്ച് നടക്കാൻ 2.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേർക്കാം വീഡിയോസിലേക്ക് പോയേക്കാം. ഇവിടെ വന്നറിയുള്ള കാഴ്ച തന്നെ കുറേ കുരങ്ങന്മാർ അടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ നോക്കിയിരിക്കുന്ന നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചക്കയുണ്ട്. കുറേ ടീമുണ്ട് അതിൻ്റെ മുകളിൽ. അങ്ങനെ പൈതൽ മലയ്ക്ക് നമ്മളിത് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 കിലോ പാസിങ്. ഒരാൾക്ക് 60 റുപ്യ വരുന്നത്, 2 കൂടെ 150 റുപ്യ. അപ്പോൾ നമുക്ക് നേർക്കാം വീഡിയോയിലോട്ട് പോയേക്കാം. ഹലോ ഗായ്സ്, അബു ഫ്രീ മൈൻഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേന്. അപ്പോൾ നമ്മൾ വൈഫിനോട് പറഞ്ഞാൽ പിന്നെ ഒരു ചായ പുറത്തുനിന്ന് ആയാലോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ 2 കൂടി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ വന്ന് ഇപ്പോൾ നമ്മൾ പൈതൽ മലക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ബെൽ ബട്ടൺ അമർത്തെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മൾ 0 തുടങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് 286 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും വളരെ നന്ദിയുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ. പിന്നെ പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെറിയ ദിവസം കൊണ്ട് തന്നെ ആദ്യം 100 സബ്സ്ക്രൈബ് പോലും ഉണ്ടായിച്ചില്ല. ഇപ്പോൾ 286 വളരെ സന്തോഷമുണ്ട്. തിരിച്ചങ്ങോട്ടേക്കും വളരെ സന്തോഷമുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പം അങ്ങനെ നമ്മളിതാ പൈതൽ മലക്കുന്ന കയറി ഇതാ പകുതി എത്തിച്ചിട്ടുണ്ടേ. വൈഫാണെങ്കിൽ ഇതൊരു കുടയെല്ലാം പിടിച്ചിട്ടാണ് നടക്കുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിന്റ് കിട്ടുന്നതായിരിക്കും. എല്ലാം കാണിച്ചതരേ. വേറെ തന്നെ ഒരു പീസ് മൂഡാണ്. കാരണം ഞാനിപ്പം കുറേ ആയി കല്യാണം കഴിഞ്ഞിപ്പോൾ ഏകദേശം 1 കൊല്ലമാകാൻ വേണ്ടി പോകുന്നത്. ഈ 1 കൊല്ലത്തിനടക്ക് ഞാൻ കല്യാണം കഴിച്ചതിന് മുമ്പിൽ ഇവിടെയും കൂട്ടി കറങ്ങലുണ്ട്. അതിനുശേഷം പുറത്തേക്ക് അധികം കറങ്ങാനൊന്നും പോക്കില്ല. പിന്നെ എന്താ പറയുക, ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കൂടുതലില്ലോണ്ട് പിന്നെ റൈഡ് മൂടെല്ലാം കുറച്ച് ബാക്കോട്ട് അടിച്ചേ. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് നമ്മൾ നേർക്ക് വന്ന് ഇതാ പൈതൽ മലക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേർക്ക് ആടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പം ഇങ്ങനെ കയറി പോകുമ്പോൾ അവിടെ ഒരു വാച്ച് ടവറിൻ്റെ ഉള്ളിലത്തെ സംഭവം ഉണ്ട്. ചെറിയ ടെൻ്റെല്ലാം കിട്ടിയിട്ട് എന്നാൽ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ചെറിയ ഷെഡ് കെട്ടിയിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ മുകളിലുണ്ട്. ഇവിടുന്ന് താഴേക്ക് നല്ല അത്യാവശ്യം മോശമില്ലാണ്ട് നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി വ്യൂ ആയിട്ടുണ്ടാവേ. ഇന്ന് വരുന്നത് പൈപ്പെല്ലാം ഇട്ടിട്ടില്ല, വെള്ളമാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ പകുതി കയറുമ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി വ്യൂ എല്ലാം കാണാനുണ്ട്. അപ്പം നല്ല അങ്ങോട്ട് നടന്നു നോക്കാം നമുക്ക്. പിന്നെ നമുക്കൊരു 1000 മീറ്ററും കൂടി നമുക്ക് നടക്കാനുണ്ട്. നടന്നു നോക്കാം അങ്ങോട്ട്. അതേപോലെ തന്നെ നമ്മൾ കാണുന്നത് ഇതിൽ തിരിയുന്നുണ്ടോയെന്ന് അറിയില്ലേ, ഈ ഒരു വയലറ്റ് കളർ പോവുക നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിക്കാ. വരുന്ന വൈക്കുന്നേ ഉണ്ട് അതിനെ. വൈഫെല്ലാം നടക്കുമ്പോഴത്തേക്ക് ക്ഷീണി തന്നെ ആയിട്ടുണ്ട്. അത് പറയണ്ടെന്ന് പറഞ്ഞേ. വേറെ തന്നെ ഒരു വൈബ് ലോകേ, ഒന്നും പറയാനില്ല. നമ്മൾ ഒരുപാട് ടെൻഷനും കൊണ്ടുവന്ന് നടക്കുന്ന ഒരാളാണെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പുറത്ത് ഇതേപോലെ ഒരു റൈഡിന് പോകുന്നത് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കുക. കാരണം മൈൻഡൊപ്പം ഭയങ്കര കൂളാൻ കാമായിരിക്കുക. വേറെ തന്നെ ഒരു ആംബിയറല്ല ഭാവിയിലൂടെ നടക്കുമ്പോൾ. ഫുള്ള് കിരാങ്കിരി മരത്തിൻ്റെ എല്ലാം ഇതും ഒരു രക്ഷയില്ലാത്തതാണ്. വേറെ തന്നെ ഒരു നമ്മൾ ആമസോൺ കാട്ടിലെല്ലാം പോലത്തെ ഒരു ഫീലാണ്. ആനാക്കൊണ്ടി ഉണ്ടാവുമെന്നറിയില്ല. വൈഫ് ഇതാ മുമ്പിൽ തെറിച്ചോടുന്നുണ്ട്. പുലി പിടിക്കണ്ട, പുലി. വൈഫ് ഇങ്ങനെ പറയുന്നേ, പുലി വന്നാൽ ഞാൻ ആ കൊടയും കൊണ്ട് തച്ചിടുന്ന. ഞാൻ പറഞ്ഞ നിന്റെ ആഗ്രഹങ്ങൾ കൊള്ളാം, കൊടേനെ കൊണ്ട് തല്ലിയിടല്. ഊപ്പറ് ഒന്നിനടുക്കില്ല പറഞ്ഞ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കൊടയും കൊണ്ട് തച്ചിട്ടക്കളയും. അതിന് നമ്മളൊരു ചാൻസ് കൊടുക്കില്ല നമ്മളെ കടിക്കാൻ. അവർ കാണാതെ അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നല്ല കോടയിലിങ്ങനെ വരുന്നുണ്ട്. വേറെ തന്നെ ഒരു പീസ്ഫുള്ള് നല്ല ഫ്രീ ആയ പോലെ ഉണ്ട് ഗ്യാസ്. ആ 4 ചുമരിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്വതന്ത്രനായ ഒരു ഫീലേ. എന്ത് പറയാനല്ലേ, നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. അങ്ങനെ നമ്മൾ നടന്നതാ
ഏറ്റവും ടോപ്പിലെത്തിയ ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാണ്ടേ. വൈഫെല്ലാം കോടമഞ്ഞ് കാണുന്നില്ലൊരു എക്സൈറ്റ്മെൻറ്റിലായില്ലേ. അപ്പോൾ നമ്മൾ എത്താൻ വേണ്ടി പോകുന്നേ, കാഴ്ച കാണിച്ചു തരാം. അങ്ങനെ ഇത്രയും നേരം 2.5 കിലോമീറ്റർ ആയിട്ടോ പറഞ്ഞ മൂപ്പറ നടക്കാണ്ടിരുന്നേ. അപ്പോൾ നമുക്ക് കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയ വ്യൂ കാണിച്ചു തരാം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എന്തൊരു കൂക്കിയാളൊരു ഉള്ളതിലൊരു വെമ്പല ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റും വരുന്നുണ്ട്. അത് നമ്മളിതാ ഒരു 500 മീറ്ററും കൂടി കടന്നു കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് എത്തുക. ഇവിടുന്ന് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച ഒരു അതിമനോഹരമായ കാഴ്ച ഇരിക്കുക. ഒരു രക്ഷയുണ്ടാവില്ല. വൈഫിതാ മുമ്പിലിങ്ങനെ ആദ്യം കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതാ എത്താൻ വേണ്ടി പോകുന്നത്. അവിടുന്ന് കൂടി എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തെളിഞ്ഞു വരിക ക്യാമറയിലായിട്ട് വ്യൂ ഇതാ കയറി വരിക. അപ്പോൾ നമ്മൾ കുന്നിൻ്റെ ഏറ്റവും ടോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങൾക്കും കാണിച്ചു തരാം ആ വ്യൂവേ. ആ വ്യൂ ഇതാണ്. കുന്നിൻ്റെ ഏറ്റവും ടോപ്പ് എത്തിയത് നമ്മളെ. അപ്പം കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങ് അവിടെയാണ് വാച്ച് ടവർ വരുന്നത്. അവിടെയും കൂടി പോകണേ. പിന്നെ അതിൻ്റെ കുറച്ച് താഴെയാണ് സൂയിസൈഡ് പോയിന്റും കൂടി വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട്. ഒരു 500 മീറ്ററും കൂടി നടക്കാനുണ്ട്. അപ്പോൾ 500 മീറ്ററും കൂടി നടന്നാൽ നമ്മൾ അവിടുത്തെ വാച്ച് ടവറിൻ്റെ മുകളിലെത്തുന്നത്. അവിടെ നിന്ന് തിരില്ല അവിടുത്തെ വ്യൂവും കയറി കാണിച്ചത്. അപ്പം ഇപ്പം കോട കുറച്ച് കുറവുണ്ടല്ലേ. കുറച്ചതല്ല, കോട ഇല്ല കേട്ടോ. അങ്ങനെല്ലാം കുറച്ചിങ്ങനെ കയറി വരുന്നുണ്ട്. അത് ആ ഭാഗത്തുനിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് അവിടെ സൂയിസൈഡ് പോയിന്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാണാൻ കഴിയുക. അതിൻ്റെ മുകളിലെ കൂടെ ഇങ്ങനെ കോട ഇങ്ങനെ കയറി പോകുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. വേറെ തന്നെ ഒരു പീസ്ഫുൾ മൈൻഡ്. ഇതാ ആടത് കയറി വരുമ്പോൾ നല്ല രസത്തിൽ കയറി വന്നിട്ട് ഇപ്പൊ കുന്ന് കഴിയുമ്പോഴത്തേക്ക് മൂപ്പർക്ക് കീയാന്ന് പറ്റുന്നില്ല. ഓടിച്ചാടി അങ്ങ് ചാടി കീയണം. ആരുണ്ടോ ആരുടെയും കുടിയിട്ട് ഇടയിലും ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ ശരിക്കും ഒന്ന് ഓർമ്മ വരുന്ന പറയും. നമ്മൾ പണ്ട് പബ്ജിയെല്ലാം കളിക്കും. ഇപ്പോൾ പബ്ജിയെല്ലാം കളിച്ചിട്ട് കുറേ ആയേ. പബ്ജിയെല്ലാം കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്നെല്ലാം തുള്ളുമ്പോൾ ഇങ്ങനെ ഓരോരോ വലിയൊരു ഇതെല്ലാം കാണുന്ന പോലെ മലയും ഇതെല്ലാം ആയിട്ട് വേറെ തന്നെ ഒരു ലോകം. ശരിയായ പബ്ജിയാന്ന് ഓർമ്മ വരുന്നത്. ശരിയായ അതേപോലത്തെ. അങ്ങനെ നമ്മളെ വരുന്ന സമയത്ത് കണ്ണൂരപ്പം 5 ഉണ്ടാവേ ഒന്ന് വാങ്ങിന്. അഥവാ 2.5 കഴിച്ചിട്ടുണ്ടതിനെ. അപ്പം ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ വൈഫ് ഒന്ന് വെറുതെ ബാക്കോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇത് ഇറങ്ങി വന്നാൽ അതിന് തിരിച്ച് കയറണ്ടേ തോന്നുക. പക്ഷെ ഈ ഒരു ഏറ്റവും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ ന്യൂട്രൽ അങ്ങ് പോവേ. അതിപ്പോൾ വൈഫ് പറയുന്നത് ഇപ്പം തിരിച്ച് കയറണ്ടേ അങ്ങോട്ടേക്ക്. മൂപ്പറും ഇതിൻ്റെ ഇപ്പം കൈക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സത്തം പൊളിയെ പറയാത്. അപ്പം ഇതാ ആടുന്നുള്ള നല്ല കോടി ഇങ്ങനെ കയറി വരുന്നുണ്ട്. ക്യാമറ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. വേറെ തന്നെ ഒരു പീസുള്ള ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, പ്ലാസ്റ്റിക്കൊന്നും ഇങ്ങനെ വലിച്ചിടുന്നതോ അവിടെ ഇവിടെ ഇങ്ങനെ കുടഞ്ഞിട്ടില്ലോ അങ്ങനത്തെ ഒന്നും നമുക്ക് കണ്ടിച്ചില്ല. ഇതേപോലെ കുപ്പി കൊണ്ടിരുന്നത് സേഫാക്കിയിട്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ അതിനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് സപ്പോർട്ടാക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പം വളരെ എന്താ പറയുക, ഒരു നമ്മൾ പ്രകൃതിനെ നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ബോഡി നമ്മൾ കണ്ടിട്ടുണ്ട് വരുമ്പോൾ. അതേപോലെ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടെല്ലാം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടമഞ്ഞെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആടെ മാത്രം വേറെ തന്നെ ഒരു വൈബ് കാണിച്ചത്. വേറെ തന്നെ ഒരു വെറൈറ്റി കളറേ കണ്ട. വെയിലാന്ന് പക്ഷേ ഇത് തന്നെ കോടയിലെ കൂടെ ഇങ്ങനെ വന്നിട്ട് അവിടെ തന്നെ വേറെ തന്നെ ഒരു വൈബ് സാറേ. നമ്മൾ നടന്ന് അങ്ങനത്തെ വാച്ച് ടവർ എത്തിയിട്ടുണ്ടേ. അടിപൊളിയാണ്. ഇത് തന്നെ ഇതിൻ്റെതായ ഒരു പ്രകൃതിയായിട്ട് നാച്ചുറൽ ടച്ച് കളറാണ് ഇതിന് കൊടുത്തിട്ടില്ലേ. അതേപോലെ തന്നെ നല്ല പച്ചപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിന്നിട്ടുണ്ട്. അതായത് പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വേറെ തന്നെ ഒരു ഇതാണ് ഇതിൻ്റെ വാച്ച് ടവറേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാം. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ടാങ്കും ഉണ്ട്. ഇത് ഇവിടുന്ന് വെള്ളം വരുന്നൊന്നും അറിയില്ല. മലമുകളിൽ നിന്നായിരിക്കും ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ വന്നിട്ട് മൂപ്പരയിൽ മീനുണ്ടെന്ന് അറിയുന്നത്. ഇങ്ങനൊരു ടാങ്ക് ഉണ്ട് ഇവിടെ.
ഇവിടെ നല്ല കിട്ടുന്ന വെള്ളമുണ്ട്, നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ലാത്ത മുഖെല്ലാം കഴിക്കുന്ന ഫ്രഷ് ആയിക്കാൻ. ഞങ്ങൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അപ്പം നല്ല തണുപ്പുണ്ട്. വാച്ച് ടവറിലേക്ക് കയറാൻ വേണ്ടി പോവേന്നെ. വാച്ച് ടവറിലേക്ക് ഇതാ വൈഫും കയറിയിട്ടുണ്ട് കുപ്പിങ്ങണി. ഇങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി ഇത് പൈതിക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തെല്ലാം ഇത് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിച്ചില്ല വ്യൂ കാണാൻ. വൈഫ് ഓടി കയറിയതേ, ഇത് കയറി പകുതിയാകുമ്പോൾ തന്നെ ഇവിടുത്തെ വ്യൂ ഇതാണേ. പക്ഷെ ക്യാമറയിൽ എത്രത്തോളം തിരിയുന്നുണ്ടോന്നും അറിയില്ല. അങ്ങനെ വാച്ച് ടവറിലെ വ്യൂ ഇതാണ്, രക്ഷയില്ല. വേറെ തന്നെ ഒരു പീസ്ഫുൾ മൂഡ്, ഒന്നും പറയാനില്ല. ഈ പ്രതീക്ഷിക്കാണ്ട് നീ വന്നതിൽ നിനക്കെന്താ തോന്നുന്നത്? അപ്പം ഒരു രക്ഷയില്ലേ, വേറെ തന്നെ ഒരു വ്യൂ. കോടം വഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ കയറി കയറി വരുന്നുണ്ട്. വേറെ തന്നെ ഒരു പീസ്ഫുൾ വീട്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇതൊരു 2-3 തട്ട് പോലെയാണ്. ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് വാച്ച് ടവർ. എല്ലാം കാണാൻ കഴിയുക, ചുറ്റിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ചെറുകിര കോടമഞ്ഞും ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കയറുന്നുണ്ട്. വിചാരിച്ച പോലെ തന്നെ കൂടെ കാണാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ കോടമഞ്ഞല്ലോ. വേറെ ഒരു രക്ഷയില്ലാത്ത കൂടെ, എന്ത് പറയാല്ലേ, നല്ല രസമില്ലേ, നല്ല എ സി പോയൊരു ഫീലേ. അപ്പം ഇതേപോലെ വീട്ടിൽ ഇങ്ങനെ ഇതെല്ലാം നിൽക്കുന്ന ടെൻഷനിൽ അടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ലീവെല്ലാം കിട്ടുമ്പം ഇതേപോലെ ഒരു റൈഡെല്ലാം പോയി കഴിഞ്ഞാൽ മനസ്സിന് നല്ല സന്തോഷവും കാര്യമെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പം സന്തോഷം ഒരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ സന്തോഷം. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം തന്നെ. അതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടേ. അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് സൂയിസൈഡ് പോയിൻറ്റും കൂടി ഉണ്ട്. സൂയിസൈഡ് പോയിൻറ്റും കൂടി കണ്ടിട്ടാകുമ്പം നമുക്ക് ഇവിടുന്ന് നല്ല ഇറങ്ങിയൊക്കെ. അപ്പം ഈ ഒരു ഭാഗത്തേക്കാണ് മറ്റേ സൂയിസൈഡ് പോയിന്റ് വരുന്നില്ലേ. അപ്പോൾ ഇവിടുത്തെ വാച്ച് ടവറിൽ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അതിൽ പോകുന്നില്ല, അങ്ങോട്ട് പോകാൻ കഴിയില്ല. ആടെ ടൈം ഏകദേശം ആയി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര വരെ വന്നിട്ട് ഇവിടുന്ന് മടങ്ങി വരുന്നവർ കുറച്ച് നേരത്തെ വരുമെങ്കിൽ വ്യൂ പോയിന്റും അതായത് സൂയിസൈഡ് പോയിന്റും കൂടി കാണാനുള്ള ഭയം കിട്ടേ. നമ്മൾ വന്നിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നടന്ന് വാച്ച് ടവറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയത്തേക്ക് അവിടുത്തെ ഗാർഡ് പറഞ്ഞ് താഴേക്ക് ഇനി പോകാൻ കഴിയില്ല, അവിടെ സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നെ. പക്ഷെ നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, നല്ല കോടലായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞത് നമ്മൾ വന്ന് കുറച്ച് ഡിലേ ആയിനെ. അപ്പോൾ അങ്ങോട്ടേക്ക് ഈജ് വിട്ടില്ല, അവിടെ ഇല്ല ആൾക്കാരെല്ലാം അവർ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇവിടുത്തെ ഗാർഡ്. അപ്പം നമ്മളോട് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല, കാരണം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇടിമുട്ടിയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടായിന്. അങ്ങനെ അപ്പോൾ ഇടിമുട്ടിയിട്ട് ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടായിന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ ആനെല്ലാം ഇറങ്ങുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പം കടത്തി വിടൂല, നിങ്ങൾ ഇവിടെ വെച്ചിട്ട് തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞേ. അപ്പോൾ സൂയിസൈഡ് പോയിന്റ് കാണാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് സങ്കടമുണ്ട്, കാരണം അത്രയും കയറി വന്നിട്ട് കാണണം എന്ന് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.